എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലഡു ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. സാധാരണ ടെക്നോളജി വീഡിയോ ആണ് അധികം ഇടാറ്. എന്നാൽ ഒരു സാധാരണക്കാരനും കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലഡു ആണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ വീട്ടിൽ കിട്ടാവുന്ന സാധനം കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് എടുക്കാം. എത്രത്തോളം ലഡു നിങ്ങൾക്ക് ഉണ്ടാക്കണോ അത്രത്തോളം അവിലെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗം വെല്ലവും എടുക്കുക. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി എടുക്കുക. അണ്ടിപ്പരിപ്പൊക്കെ 5 പീസൊക്കെ മതി. കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങളൊരു പാത്രം എടുത്ത് അതിലേക്ക് അവിലിട്ട് കൊടുക്കുക. അവൽ നന്നായിട്ട് വറക്കുന്ന ഒരു രീതിയിൽ, അതായത് ഒരു 5-6 മിനിറ്റ് അവൽ ഇങ്ങനെ വറുത്ത് കൊടുക്കണം. നന്നായി വറുക്കേണ്ട, ഒരു മീഡിയം ലെവലിലായിട്ട് ഒരു ഏകദേശം ഒരു ഇത്ര അവിലാണുള്ളതെങ്കിൽ ഒരു 6-7 മിനിറ്റ് മാത്രം മതി. അതിനുശേഷം ഈ വറുത്തെടുത്ത അവിൽ നിങ്ങൾ ഈ ഒരു ജാറിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു നേരത്തെ എടുത്ത് വെച്ച വെള്ളം കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം പൊടിച്ചിട്ട് തന്നെ വെള്ളം ഇട്ട് കൊടുക്കണം. കാരണം ഈ ഒരു മിക്സ്ചറിന് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ പ്രശ്നം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം ലെവലിലായിട്ട് പൊടിക്കണം. അത്യാവശ്യം നല്ല രീതിയിലും പൊടിച്ച് ഒരു പൗഡർ പോലത്തെ രൂപത്തിലാക്കി കളയരുത്. അതുപോലെ തന്നെ തീരെ പൊടിയാണ്ടുള്ള ഒരു രൂപത്തിലാവരുത്. ഏകദേശം ഒരു ലഡുവിൻ്റെ ഒക്കെ കാണുന്ന ആ ഒരു രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ കട്ടയൊക്കെ ഉണ്ടാവും, അതൊക്കെ പൊടിച്ച് കൊടുത്ത് നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാത്രം എടുക്കുക. അതുപോലെ തന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഇട്ട് കൊടുക്കുക. അത് ഒരു കരിയാത്ത രൂപത്തിൽ എടുത്ത് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതൊരു പ്ലാസ്റ്റിക് പാത്രമാണ്. ഇപ്പോൾ ഇത് തണിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഉരുകിപ്പോവും. അല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു വെളിച്ചെണ്ണയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊരു ഈ ഒരു രൂപത്തിലായതിനു ശേഷം ഒരു ഗ്ലാസ് പാലെടുത്ത് അടുത്ത് വെക്കുക. പാലെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലഡു രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈറ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഈ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്കൊരു ഈ ഒരു ലഡുവിൻ്റെ ഒരു രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ പറ്റും, ആ ഒരു ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലേക്കാക്കുക. അധികം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ അത് ലഡുവിൻ്റെ രൂപത്തിലേക്കായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആവശ്യത്തിന് മാത്രം അനുസരിച്ചിട്ട് പാലൊഴിച്ച് കൊടുക്കുക. നിങ്ങൾ ഓരോരോ ഇത് ഇങ്ങനെ ഉരുട്ടുമ്പോഴും ആ ഒരു രീതിക്കനുസരിച്ച് പാല് ഒഴിച്ച് കൊടുക്കണം. അല്ലാതെ ഫുള്ളായിട്ട് നിങ്ങൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങളിങ്ങനെ ഉരുട്ടിയ ലഡുവിൻ്റെ രൂപത്തിലേക്കാക്കി മാറ്റുക. ഇത് വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. കാരണം ഈ ഒരു രീതി എന്ന് പറയുന്നത് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സാധാരണ ലഡു ഉണ്ടാക്കാൻ നമുക്കറിയാം ഒരുപാട് സാധനങ്ങൾ വേണ്ട ആവശ്യമുണ്ട്. പക്ഷേ വെറും ഒരു അവിലും വെല്ലവും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉപയോഗിച്ച് ഇത്രയും പെട്ടെന്ന് തന്നെ ലഡു ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരമൊക്കെ ചായയൊക്കെ കുടിക്കുമ്പോഴൊക്കെ തിന്നാനൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റ് കൂടെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.